ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് കേട്ടോ. രാവിലെ ഞാൻ എണീറ്റ് വന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന്. ഇന്ന് ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. അപ്പോൾ ഞാനിങ്ങനെ വ്ളോഗിങ്ങും ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്ങനെ ഇത് ചെയ്യേണ്ടതെന്നോ എങ്ങനെ ഇതിൻ്റെ ക്യാമറ വെക്കേണ്ടതെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തല്ലേ പതുക്കെ പതുക്കെ പഠിക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന ഉടനെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം കാപ്പിക്ക് വെള്ളം വയ്ക്കുകയാണ് കേട്ടോ. രാവിലെ എണീക്കുമ്പോൾ എനിക്കൊരു ഗ്ലാസ് കാപ്പി വേണം, അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ എനിക്ക് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസത്തെ ആ ഒരു ഉന്മേഷമൊക്കെ എനിക്കാവത്തുള്ളൂ. അതിന് പകരം ഞാൻ എന്ത് വെള്ളം കുടിച്ചാലും എനിക്ക് ശരിയാവത്തില്ല, കാപ്പി തന്നെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാപ്പിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ ഗ്യാസിൽ വെച്ചു. അതേ സെയിം ടൈം തന്നെ ഞാൻ അടുപ്പിൽ തീ കത്തിച്ചു. ചോറ് വയ്ക്കാനായിട്ടുള്ള പരിപാടികളും അതേ സെയിം ടൈം തന്നെ ഞാൻ നടത്തും. അപ്പോൾ കാപ്പി ഇവിടെ തിളച്ച് വരുന്ന ആ സമയം തന്നെ എനിക്ക് അടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ച് ചോറ് വെക്കാനായിട്ടുള്ള വെള്ളമൊക്കെ എനിക്ക് അടുപ്പിൽ വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഇതാ കണ്ടോ, കാപ്പി നല്ലതായിട്ട് തിളച്ച് വന്നു. ഞാൻ അതിനകത്ത് നല്ല പൊടിയൊക്കെ ഇട്ടു. നല്ല കടുപ്പത്തിലാണ് രാവിലത്തെ കാപ്പി ഞാൻ കുടിക്കുന്നത്. ഇത് ഹെൽത്തി ആണോ എന്നും ചോദിച്ചാൽ എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചാലേ ആ ദിവസം എനിക്ക് സ്റ്റാർട്ടാകത്തുള്ളൂ. അപ്പോൾ എനിക്ക് അച്ചാച്ചനുള്ള കാപ്പി ഞാൻ ഞങ്ങളുടെ കപ്പിലോട്ട് എടുത്തു. അച്ചാച്ചനകത്ത് കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാച്ചനെ വിളിക്കാൻ വേണ്ടിയിട്ട് അകത്ത് കാപ്പി കൊണ്ട് കൊടുക്കാനായിട്ട് പോയി. തിരിച്ച് വന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അപ്പം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കട്ട് ചെയ്ത് വേകാനായിട്ട് ഞാൻ കുക്കറിനകത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെന്താണ് സവോള, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പച്ചമുളക്, ഇവയെല്ലാം ചെറുതായിട്ട് ഞാനിങ്ങനെ അരിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം കേട്ടോ. എണ്ണയിലൊന്ന് വഴറ്റാതെ ഇത് തീരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വെന്തതുമായിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചയ്ക്ക് തന്നെ അത് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അതിനൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എനിക്കിത് ഇച്ചിരി ഒന്ന് വഴണ്ടൊക്കെ ഇരിക്കുന്നതാണ് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടം. അങ്ങനെ ഇച്ചിരി സോഫ്റ്റായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് അച്ചാച്ചനൊക്കെ എഴുന്നേറ്റ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ അച്ചാച്ചനോട് സംസാരിച്ചിട്ടൊക്കെ നിൽക്കുകയാണ്. ഞാനിവിടെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുന്നുണ്ട്. അച്ചാച്ചൻ ഇങ്ങനെ ഓരോന്നൊക്കെ ആ കർട്ടന് പറയുന്നത് എന്നോട് സംസാരിക്കുക. ആ സമയത്ത് വിഹാൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ട് ഭയങ്കര കരച്ചിലാണ്. ഞാൻ അവൻ്റെ അടുത്ത് ചെല്ലണം, അവിടെ കുറച്ച് നേരം അവൻ്റെ കൂടെ കിടക്കണം. പക്ഷേ ഇന്ന് എനിക്ക് സമയമില്ല. എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞു ഒരു തിരക്ക് പിടിച്ച ദിവസമാണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചും കൂടെ പോയി. അതിനിടയ്ക്ക് ഞാനിങ്ങനെ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് സമയം അങ്ങോട്ട് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ കൂടെ കിടക്കാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ എടുത്തുകൊണ്ട് അച്ചാച്ചൻ്റെ അടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് തിരിച്ചു വരാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് ഞാനെടുത്ത് വാങ്ങി വെച്ചു. പിന്നെ ഞാൻ തന്നെ ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു, കുറച്ച് ജീരകം ഇട്ടു. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും ഇഞ്ചിയൊക്കെ ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. ഒത്തിരി വഴണ്ട് പോകണ്ട, ഒന്നും അതിൻ്റെ ആ ഒരു കട്ടിയൊക്കെ ഒന്ന് മാറി ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഉടച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ചപ്പാത്തിക്കകത്ത് ഇത് ഫില്ല് ചെയ്യുമ്പം അത് വിട്ടു പോകാതെ പിന്നെ പരത്തിയെടുക്കുമ്പോൾ ഇങ്ങനെ വിട്ടു പോകാതൊക്കെ ഇരുന്നോളും. അപ്പോൾ അതിലോട്ട് ഞാൻ നന്നായിട്ട് അത് ഉടച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ചെറിയ ഉരുളകളല്ല, കുറച്ച് വലിയ ഉരുളകളായിട്ട് തന്നെ ഞാനത് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ മാവിൻ്റെ അളവിനെക്കാട്ടിൽ ഡബിൾ മാവ് വേണം കേട്ടോ നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. കാരണം നമ്മൾ ചെറിയ ഉരുളകളായിട്ടായിരിക്കുമല്ലോ ചപ്പാത്തിക്ക് വേണ്ടി എടുക്കുന്നത്. പക്ഷേ ആലു പൊറോട്ടയ്ക്ക് കുറച്ച് വലിയ ഉരുളകളായിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. എങ്കിലേ അതിനകത്ത് നമുക്ക് ഈ ഫില്ലിങ് വെക്കാനും അത് നന്നായിട്ട് നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ അതിലേക്ക് നമ്മുടെ മിക്സ് ഞാൻ അതിനകത്തേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടത് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് നന്നായിട്ട് ഞാൻ പരത്തി എടുക്കുകയാണ് കേട്ടോ. ഇനി പാൻ അടുപ്പി വെച്ച് പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് പരത്തി എടുത്തതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുക്കാം. നല്ലതായിട്ട് എല്ലായിടത്തും എണ്ണ നന്നായിട്ട് തടവി കൊടുക്കണം. എന്നിട്ട് ചൂടായ പാനിലേക്ക് വെച്ചിട്ട് മറുവശത്ത് നന്നായിട്ട് എണ്ണ നമുക്ക് തടവി കൊടുക്കണം കേട്ടോ. ഈ ആലു പൊറോട്ടയ്ക്ക് എണ്ണയാണ് കേട്ടോ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ നെയ്യൊക്കെ ചേർക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ എണ്ണയാണ് ചേർക്കുന്നത്. അപ്പോഴും ഇങ്ങനെ അത് എണ്ണ ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് അത് നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നത്, നല്ലൊരു രുചിയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എണ്ണ തടവി കൊടുക്കും. ഇത് വീണ്ടും നമ്മൾ മറിച്ചിടുമ്പം പുറവശത്ത് വീണ്ടും നമ്മൾ തടവി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത്. വേറെ രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും കേട്ടോ.
ഇതേ സമയം തന്നെ ഞാൻ ചായക്കുള്ള പാലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാൽ ആ സമയത്ത് തിളച്ച് വന്നപ്പോൾ ഞാൻ വിഹാനുള്ള പാലെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പാലിലേക്ക് ഞാൻ കുറച്ച് ചായപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. എനിക്കിങ്ങനെ ഇത്ര ടീസ്പൂൺ ഇത്ര ടേബിൾ സ്പൂൺ അങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. എൻ്റെ ഒരു കണക്കനുസരിച്ചാണ് ഞാൻ ഈ പൊടിയൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ പാല് വെച്ചപ്പോൾ തന്നെ അതിനകത്ത് ഞാൻ പഞ്ചസാര ഇട്ടായിരുന്നു കേട്ടോ വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ചായ നന്നായിട്ട് തിളച്ചപ്പോൾ ഞാനതൊരു കപ്പിലേക്ക് എടുത്തു. അച്ചാച്ചൻ അപ്പോഴത്തേക്കും ജോലിക്ക് പോകാൻ സമയമായിരുന്നു. ഞാൻ പിന്നെ കഴിക്കാനായിട്ട് എടുത്ത് കൊടുത്തു. കൂടെ ഞാൻ നല്ല ചൂട് ചായയും കൂടെ കൊണ്ട് കൊടുത്തു. അപ്പോൾ അവരപ്പനും മോനും കൂടെ അവിടെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുമായിരുന്നു കേട്ടോ. അവൻ ഇന്ന് രാവിലെ എണീറ്റ് അത്ര നല്ല മൂഡിലല്ലാത്തത് ഭയങ്കര വാശിയാണ്. അപ്പോൾ ഞാൻ അവന് ചായയല്ല കേട്ടോ, അവന് ബൂസ്റ്റാണ് കൊടുക്കുന്നത്. ചായയൊന്നും അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ബൂസ്റ്റ് ഇട്ടിട്ട് പാല് മാത്രമായിട്ടും ഇഷ്ടമല്ല, അപ്പോൾ ബൂസ്റ്റൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അവന് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ സ്പൂൺ കൊണ്ടാണ് പുള്ളി കോരി കുടിക്കുന്നത്. അപ്പോൾ അവന് കുറച്ച് നേരം അവൻ്റെ അടുത്തിരുന്ന് സ്പൂൺ കൊണ്ട് കോരി കൊടുത്തു. അപ്പോൾ അധികം നേരം ഇരുന്ന് തന്നെ എൻ്റെ പരിപാടികൾ നടക്കാത്തതുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങ് എസ്കേപ്പായി. അച്ചാച്ചൻ പിന്നെ അവനോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വഴക്കൊന്നും ഉണ്ടാക്കല്ലേ, മിടുക്കനായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബായൊക്കെ എടുത്ത് ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി. അച്ചാച്ചൻ പോയ പുറകെ ഞാനും ഓടി ചെന്നിട്ട് എനിക്കും ടാറ്റ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരു ടാറ്റയൊക്കെ തന്ന് പിന്നെ ഞാൻ പെട്ടെന്നൊന്ന് മിറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരിയിട്ട് പോയി ഒരുങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് ഞങ്ങളുടെ സഭയുടെ കൺവെൻഷൻ നടക്കുകയാണ് കേട്ടോ. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന കൺവെൻഷൻ നടക്കുകയാണ്. അവിടെ സൺഡേ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു ക്യാമ്പ് നടത്തുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇത് നടക്കുന്നത് തരംഗം ഒരു മെഡിറ്റേഷൻ സെൻ്ററുണ്ട് നമ്മുടെ ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ തരംഗം എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ സെൻ്ററുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് റെഡിയാകുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലികളൊക്കെ ഒതുക്കണം, അവനെ കുളിപ്പിക്കണം. അവിടെ ഞങ്ങൾക്ക് 10 മണിക്കാണ് ചെല്ലേണ്ടത്. ഇപ്പോൾ തന്നെ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ഇവനെ ഒന്ന് ഒരുക്കി ആഹാരമൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേക്ക് തന്നെ ഒരു 9:30 എങ്കിലും ആവും. അതിന് ഞാനും ഒരുങ്ങണം. ഇനി ഞങ്ങൾക്ക് ഓട്ടോ വിളിക്കണം. ഓട്ടോ ഒന്നും വിളിച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ഒരു ഓട്ടോക്കാരൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഞാനിങ്ങനെ നിൽക്കുകയാണ്. എപ്പോൾ വിളിച്ചാലും ഓട്ടോ കിട്ടുമെന്നൊരു വിശ്വാസത്തിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ എന്നാന്ന് പറഞ്ഞാൽ സമയത്ത് ചിലപ്പോൾ നമ്മൾ റെഡി ആവണമെന്നില്ല. ഇപ്പോൾ 9:30 ഓട്ടോയിൽ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 9:30 ആകുമ്പോൾ വരും. ഞാൻ ഇവൻ്റെ പുറകെ ഓടി നടക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നേരത്തെ ഓട്ടോ വിളിച്ച് പറയാറില്ല. സമയത്ത് ഏത് ഓട്ടോയാണ് കിട്ടുന്നത് അങ്ങനെ അങ്ങ് പോകും. അവന് പല്ല് തേക്കാനുള്ള ബ്രഷൊക്കെ അവൻ്റെ കൊടുത്തിട്ട് ഞാനും പല്ലൊക്കെ തേക്കാനായിട്ട് പോയി. നല്ല കാഴ്ചയാണ് കേട്ടോ. രാവിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് കാണുന്നത്. നല്ല രസമാണ് കേട്ടോ. എനിക്ക് രാവിലെ ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പല്ല് തേച്ച് വന്നിട്ടും ഇവിടെ ഒരാൾ പല്ലൊന്നും തേച്ചില്ല. അവിടെ ബ്രഷും പിടിച്ചുകൊണ്ട് അവിടെ താഴ്ത്തു നോക്കി നിന്നു. പിന്നെ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്ന് ബ്രഷൊക്കെ ചെയ്യിച്ചു. നന്നായിട്ട് അങ്ങ് ബ്രഷൊക്കെ ചെയ്യിച്ചു, വായെല്ലാം കഴിച്ചു. എന്നിട്ട് ടങ് ക്ലീനറൊക്കെ അവൻ്റെ കൊടുത്തിട്ട് ഞാൻ പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. എൻ്റെ കാര്യങ്ങളല്ല, ഇവൻ്റെ കാര്യങ്ങൾ തന്നെയാണ്. അപ്പം ഓരോന്നോരോന്ന് ഇവനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അപ്പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഓടിപ്പോകുന്നത്. അപ്പോൾ ഇവനെ പല്ലൊക്കെ തേപ്പിച്ച് ഞാൻ അകത്ത് കൊണ്ടുവന്ന് വീണ്ടും ടി വിയുടെ മുമ്പിലിരുത്തി. എന്നിട്ട് എണ്ണയൊക്കെ തേപ്പിച്ചിട്ടോ ഞാൻ ഇവിടെ ഇരുത്തി. ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവൻ്റെ കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ അടുക്കള വന്നപ്പോൾ കുറേ പാത്രം കഴുകണ്ടായിരുന്നു രാവിലത്തെ. അതെല്ലാം പെട്ടെന്ന് അങ്ങ് കഴുകി വെച്ചു. അടുക്കളയെല്ലാം തുടച്ചിട്ടു. അപ്പോൾ ഓർത്ത് അവൻ്റെ ഡ്രസ്സ് ഞാൻ തേച്ച് വെച്ചില്ലല്ലോ എന്ന്. അപ്പോൾ അച്ചാച്ചൻ പോകാൻ നേരത്ത് അച്ചാച്ചൻ്റെ ഡ്രസ്സ് തേച്ചു. അപ്പോൾ സമയമില്ല, അച്ചാച്ചന് താമസിച്ച് എണീറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾ തേച്ചോളാം എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അവൻ്റെ ഡ്രസ്സ് പെട്ടെന്നൊക്കെ ഒന്ന് അയൺ ചെയ്തെടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ അവനെ ഓടിപ്പോയി കുളിപ്പിച്ചു കേട്ടോ. അവനെ കുളിപ്പിച്ച് അവൻ്റെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു. കുളിച്ചുടനെ അവൻ്റെ മുടി അങ്ങ് ചെയ്യി വെക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ്റെ മുടി ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ആൻറ്റിന പോലെ പൊങ്ങി നിൽക്കും. അപ്പം ഞാൻ ആ നനവോടുകൂടി തന്നെ അതങ്ങ് ഒതുക്കി അങ്ങ് വെച്ചു. പിന്നെ ഞാൻ അവന് കഴിക്കാൻ കൊടുത്തിട്ടു. അവന് കഴിക്കാൻ കൊടുക്കുകയും ഞാനും കഴിക്കും. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. അവനും ആലുപൊറോട്ടയൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. ഇച്ചിരി തൈരും കൂടെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് അവന് അത് മുക്കി അവനും കൊടുത്തു. കൂടെ ഞാനും ഇരുന്ന് കഴിച്ചു കേട്ടോ. അല്ല ഇവന് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സമയം പോകും. ഇപ്പം തന്നെ സമയം ഏകദേശം 9 ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ 10 മണിക്ക് ചെല്ലണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 10 മണിക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഓട്ടോ വിളിക്കുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ അതും വലിയ പണിയാവും. ഓട്ടോ വിളിച്ച് കിട്ടി, ബസ് സ്റ്റോപ്പിൽ പോയി, അവിടുന്ന് ബസ് കിട്ടി, അവിടെ ആറാട്ടുപുഴയിൽ ചെല്ലാനായിട്ട് എന്നാണെങ്കിലും ഒരു 10:30 ആവും ഞങ്ങളും ചെല്ലുമ്പോൾ. ഞാൻ പിന്നെ അവൻ അടങ്ങി നിൽക്കത്തില്ല. ഞാൻ പിന്നെ പിടിച്ചൊരു വിധമൊക്കെ നിർത്തി ടി വി വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഞാൻ അങ്ങനെ സാധാരണ ചെയ്യുന്നതല്ല. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് മാത്രം ടി വിയുടെ മുമ്പിൽ ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഡ്രസ്സെല്ലാം ഇടിയിപ്പിക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ ഞാൻ ഈ വീഡിയോയും കൂടെ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. കാരണം ഈ ക്യാമറയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി വയ്ക്കണം. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ അതിനിടയ്ക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നടക്കത്തില്ല. ഇതിനിടയ്ക്ക് അവൻ ഈ നഖം കടിക്കുക കേട്ടോ. കൈ ഇങ്ങനെ പുളിപ്പൊക്കെ കടിക്കും. അപ്പോൾ ഞാൻ അതിനൊരു കൊട്ട് കൊടുത്തു. എന്നോട് പിണങ്ങി എന്നോട് ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാനതിന് പെട്ടെന്ന് അവൻ്റെ ഡ്രസ്സെല്ലാം ഇട്ട് അവനെ ഒന്ന് ഒരുക്കി സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുങ്ങുന്നതിന് താമസമൊന്നും വരത്തില്ല. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് അങ്ങ് ഡ്രസ്സെല്ലാം ചെയ്യിപ്പിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം അവൻ്റെ മുഖത്ത് ഞാൻ ഇച്ചിരി പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എത്ര പൗഡർ ഇട്ടെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഒരു ശംശം പോലും ആ മുഖത്ത് കാണത്തില്ല.
അവനാണെങ്കിൽ ഞാനിങ്ങനെ പൗഡർ ഇട്ട് കൊടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല, എങ്കിലും ഞാൻ ഇട്ട് കൊടുക്കും. പിന്നെ കയ്യിലും കാലിലൊക്കെ കുറച്ച് ക്രീമൊക്കെ ഞാൻ തേച്ചെടുക്കും. കുറച്ച് ഡ്രൈ സ്കിൻ അവൻ്റെ, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഞാനത് കുറച്ച് കയ്യിലൊക്കെ തേച്ച് കൊടുത്തു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാനൊന്ന് റെഡി ആവുകയാണ് കേട്ടോ. ഞാനൊന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നിട്ട് പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് ചെയ്യി വെച്ചു. അത്യാവശ്യം മേക്കപ്പായിട്ടൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, കുറച്ച് മോയ്സ്ചറൈസർ മുഖത്ത് തേക്കും, പിന്നെ സൺസ്ക്രീൻ, അത് ഞാൻ പുറത്തൊക്കെ പോകും മാത്രം. കാരണം വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാനങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാറില്ല. പിന്നെ വെളിയിലേക്ക് പോകുമ്പോൾ മാത്രം ഞാൻ കുറച്ച് സൺസ്ക്രീൻ തേച്ച് കൊടുക്കും. ഇത് അക്വാലോജിക്കായിട്ട് സൺസ്ക്രീനാണ് കേട്ടോ. ഇതിൻ്റെ ആ പമ്പ് അത് വർക്ക് ചെയ്യുന്നില്ല ശരി. അപ്പോൾ ഞാനത് മുഴുവനായിട്ട് ഊരിയിട്ട് ഇങ്ങനെ കൈകൊണ്ട് അതിനകത്ത് തോണ്ടി എടുത്താണ് മൊത്തം തേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ഷാളൊക്കെ എങ്ങനെയാണ് കുത്തേണ്ടതെന്നൊക്കെ നോക്കി സെറ്റാക്കി എല്ലാം കൊടുത്തു. പിന്നെ അത് പിൻ ചെയ്ത് വെച്ച്, ഇതാണെങ്കിൽ ഇങ്ങനെ തോളിലിങ്ങനെ ഇരിക്കത്തില്ല, അതേപോലെ പ്ലൂരിപ്പോൾ. അപ്പോൾ പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവൻ്റെയൊക്കെ കൂടെ പോകുമ്പം എന്താണെങ്കിലും ഓട്ടപ്പാച്ചിലായിരിക്കും. അപ്പോൾ പിന്നെ അതങ്ങ് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ അതിനിട്ട് പിടുത്തമൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാൻ കമ്മലൊന്ന് മാറി വേറെ കമ്മലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെഡിയായി ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി. ബാഗിനകത്ത് അവന് വേണ്ട വെള്ളവും പിന്നെ അവന് കഴിക്കാണ്ട് കുറച്ച് ബിസ്ക്കറ്റൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി. ഓട്ടോ ചേട്ടനെ വിളിച്ചപ്പം ഓട്ടോ ചേട്ടനെങ്കിൽ എറണാകുളത്ത് എവിടെയോ ട്രിപ്പ് പോയിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് വേറെ ഓട്ടോ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. പുള്ളിയെ പിന്നെ വെയിറ്റ് ചെയ്തൊരു 10-15 മിനിറ്റ് നിന്നതിന് ശേഷമാണ് പുള്ളി വന്നത്. അങ്ങനെ ഒരു 10 മണിക്ക് ചെല്ലേണ്ട ഞങ്ങൾ 10 ആയപ്പോഴാണ് വീട്ടിൽ നിന്നിറങ്ങിയത്. അതിന് വീട്ടിൽ നിന്നിറങ്ങി ഓട്ടോയ്ക്ക് പോയി ബസ് സ്റ്റാൻഡിൽ ചെന്ന് ബസ് കയറി ഞങ്ങൾ സ്പോട്ടിൽ വന്നു. തരംഗം മിഷൻ സെൻറ്ററിൽ വന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് പ്രോഗ്രാം തുടങ്ങിയായിരുന്നു കേട്ടോ. അവിടെ നല്ല രസമായിരുന്നു കേട്ടോ. പാട്ടും ആക്ഷൻ സോങ്ങും പിന്നെ ഗെയിമും ഒക്കെ ആയിട്ട് വിഹാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇടയ്ക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഓടി നടക്കാൻ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അവന് കിട്ടി. പിന്നെ ഉച്ചയായപ്പോഴത്തേക്ക് അത് കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. അവന് ബിരിയാണിയുടെ ചോറും പപ്പടവും മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവനതെല്ലാം കഴിച്ചു, ഞാനും കഴിച്ചു. ഈ കാണുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ഈ രൂപങ്ങളുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാൻ ഇവനെ കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. ഞാനിത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. വണ്ടിയിലൊക്കെ ഞാനിങ്ങനെ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ വണ്ടിയിലിരുന്നൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. ഇത് പമ്പയാറാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പമ്പയാറാണോ എന്ന് എനിക്കറിയില്ല. എന്താണേലും ഇതിൻ്റെ തീരത്ത്, ഈ ആറിൻ്റെ തീരത്താണ് യേശുവിനെ ശിഷ്യന്മാരെ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. യേശു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നു വന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ശിഷ്യന്മാരൊരാളായ പത്രോസും യേശുവിൻ്റെ അടുക്കിലേക്ക് പടകിൽ നിന്ന് ഇറങ്ങി വെള്ളത്തിലൂടെ നടന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് പോയി എന്നൊക്കെയുള്ള ഒരു സംഭവം ഇങ്ങനെ ബൈബിളിലുണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ റിക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഭംഗി എപ്പോഴാണെന്ന് പറഞ്ഞാൽ, ഈ ആറ്റിൽ വെള്ളം നല്ലതായിട്ട് ഉയരുന്ന സമയത്ത് ഈ ബോട്ടും യേശുവും ശിഷ്യന്മാരും എല്ലാം ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ കറക്റ്റ് ഈ ഒരു പ്രതിമകളെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നതായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ ഭംഗിയായിട്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ അത് നേരിട്ട് കാണാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ആറ്റിൽ വെള്ളമൊക്കെ കുറവാണെങ്കിലും ഇതിങ്ങനെ നേരിട്ട് കാണാനായിട്ടാണ് ഞാൻ വന്നിട്ട്. ക്യാമ്പിന് വന്നിട്ടുള്ള എല്ലാവരും അത് വന്ന് കണ്ടു. അവിടെ എല്ലാം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിഹാനെയും കൊണ്ട് കാണിച്ചു. അവനും കുറേ ഇഷ്ടപ്പെട്ടു. അവിടെ വലിയ വലിയ കുറേ സ്റ്റെപ്പുകളായിരുന്നു. അപ്പോൾ ഇവന് അവിടെ എല്ലാം ചാടി നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുവിധം ഞാൻ അവനെ അവിടെ നിന്ന് വന്നപ്പോഴേക്ക് ഇതാണ്ടേ 2 കുതിരകളെ കണ്ടു. ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടിരിക്കുകയായിരുന്നു. കുറേ കുട്ടികൾ അതിൻ്റെ ചുറ്റിനും ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇവർ കുറച്ച് ഇലകളൊക്കെ കുതിരകൾക്കൊക്കെ കൊടുത്തിട്ടു. ഇവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കുതിര ഇവന് ഇലയൊക്കെ കൊടുത്തപ്പോൾ അത് കഴിച്ചപ്പോൾ ഇവൻ പറയുന്നത് അതെൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. അവനൊരു പേരൊക്കെ ഇട്ട് എന്തോ ക്രോസിങ് ഹോഴ്സോ ക്രോസ് ഹോഴ്സോ അങ്ങനെ എന്തോ ഒരു പേരൊക്കെ പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ അവനെ കൊണ്ട് നേരെ വിട്ടു കേട്ടോ. വീട്ടിലോട്ട് പോയി. ഉച്ചവരെ ഉണ്ടായിരുന്ന പ്രോഗ്രാം. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഒരു ഓട്ടോ വിളിച്ച് നേരെ കോട്ടയ്ക്കകത്തോട്ട് വന്നു. നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്കുള്ള ജംഗ്ഷനാണ് കോട്ടയ്ക്കകം ജംഗ്ഷൻ. അവിടെ വന്നിറങ്ങി അവനൊരു ഐസ്ക്രീം വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിച്ചുകൊണ്ട് വന്നേ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരം കയറാറുള്ള കടയിൽ വന്ന് ഐസ്ക്രീം വാങ്ങിച്ചു. അപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളൊരു 10-15 മിനിറ്റ് ഇതിങ്ങനെ തുറന്ന് വെച്ച് ഐസ്ക്രീം തപ്പും കേട്ടോ, ഏതാണ് വേണ്ടത്. അപ്പോൾ അവനൊരു ഐസ്ക്രീം എടുത്തു. അപ്പോൾ ഞാൻ ആദ്യം മൈൻകോടെ എടുത്തപ്പോൾ അവൻ പറഞ്ഞു, അമ്മ അത് എടുക്കണ്ട, എൻ്റെ സെയിം ഐസ്ക്രീം തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവൻ്റെ സെയിം ഐസ്ക്രീമൊക്കെ മേടിച്ചു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ആ ജംഗ്ഷനിൽ നിന്ന് അടുത്ത ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് ഞങ്ങൾ പോന്നു.
ഇന്നത്തെ ഞങ്ങളുടെ യാത്രകൾ മുഴുവൻ ഓട്ടോയിലായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയിൽ ഇടയ്ക്ക് ഞങ്ങൾ ബസ്സിലൊന്ന് കയറിയെങ്കിലും ഞങ്ങൾ കൂടുതലും ഓട്ടോയാണ് ആശ്രയിച്ചത്. അങ്ങനെ ഏകദേശം ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ വന്ന ഉടനെ ഐസ്ക്രീം പൊട്ടിച്ച് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അതേ നേരം ഇത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മുഴുവൻ അഴുത്തു പോകുമല്ലോ. പിന്നെ ഞങ്ങളത് പൊട്ടിച്ചു. നല്ല ഐസ്ക്രീമായിരുന്നു. പഴയ സേമിയ ഐസ്ക്രീമില്ലേ, അത് തന്നെ സെയിം. പണ്ട് നമ്മുടെ വീട്ടിനടുത്തൂടെയൊക്കെ ഈ സൈക്കിളിൽ ഐസ്ക്രീംകാരൻ വരുമ്പോൾ അവരുടെ കയ്യിലുണ്ടായിരിക്കുക സേമിയയുടെ ഐസ്ക്രീം ഇല്ലേ, അത് തന്നെ സാധനം. അപ്പം ഞങ്ങളിനി ഐസ്ക്രീമൊക്കെ കഴിക്കട്ടെ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ദാറ്റ്സ് ഇറ്റ്, ബൈ.